ഹായ് എവറി വൺ, വെൽക്കം ടു ലോജിസ്റ്റിക്സ്. നാളെ എക്സാം ഉള്ളവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സോ നാളെ റൗണ്ട് വൈസ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ 100% അറിയാവുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ദെൻ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങളൊരു 60% 70% സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എഴുതുക. ആൻഡ് തേർഡ് റൗണ്ടിൽ നിങ്ങളുടെ ലോജിക്കും കാര്യങ്ങളിട്ട് അറിയാത്ത ക്വസ്റ്റ്യന് ബേസിക് നോളജ് വെച്ച് നിങ്ങൾ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ആൻഡ് ചിലർ ഫോർത്ത് റൗണ്ടിലോട്ട് പോകും. ഫോർത്ത് റൗണ്ടിലാണ് ഈ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ട്രിക്സൊക്കെ ഉപയോഗിക്കുന്നത്. സോ ചില ആൾക്കാർ തേർഡ് റൗണ്ടിൽ തന്നെ ഈ ലോജിക്കും ട്രിക്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏതാണോ ഉതകുന്നത് അത് നിങ്ങൾ ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൗണ്ട് വൈസ് അറിയാത്ത ആൾക്കാരെ ഇപ്പോൾ ഈ റൗണ്ട് വൈസ് എന്താണെന്ന് പഠിച്ച് നാളെ അയ്യോ ഞാനത് പഠിച്ചിട്ടില്ലല്ലോ എന്നൊന്നും വിചാരിച്ച് പ്രശ്നത്തിലാകണ്ട. നിങ്ങൾ ഏത് മെത്തേഡാണ് പഠിച്ചേക്കുന്നത് ആ മെത്തേഡിൽ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീങ് ടെൻഷൻ ഫ്രീ, അതായത് നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ എക്സാമിൽ നിങ്ങൾക്കൊന്നും പഠിച്ചത് ഓർമ്മ വരത്തില്ല, നിങ്ങളുടെ ലോജിക്ക് വർക്ക് ചെയ്യത്തില്ല. സോ ഫ്രീ ആയിട്ടിരിക്കുക. ഈ എക്സാം ഹോളിൽ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ വരുവാണെങ്കിൽ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. നമുക്കൊരു മെത്തേഡ് പരിചയപ്പെടാം. അത് ബോക്സ് മെത്തേഡ് എന്ന് പറയും. അതായത് നമ്മുടെ ബ്രീത്തിനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ആ ടെൻഷനിൽ നിന്ന് ഒരു 10 സെക്കൻഡ് കൊണ്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. അതായത് നമ്മുടെ ശ്വാസം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 5 സെക്കൻഡ് എടുക്കുക. സോ എന്നിട്ട് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വിടുക. പിന്നെ വിട്ട് ആ ഒരു പോയിന്റിൽ തന്നെ 5 സെക്കൻഡ് പിന്നെ ശ്വാസം പിടിച്ചു വെക്കുക. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റാണ്. ഈ ഹോൾ ടിക്കറ്റ് നിങ്ങൾ മറക്കാതെ എടുത്തു വെക്കുക. ID കാർഡ്, പെന്ന്, ഇവ മൂന്നും നിങ്ങൾ നിർബന്ധമായിട്ട് ഇന്ന് തന്നെ എടുത്തു വെക്കുക. സോ 4 വെച്ചാൽ എക്സാം സെൻറ്റർ. തീർച്ചയായിട്ടും എക്സാം സെൻറ്ററിനെ കുറിച്ചുള്ള ധാരണ ഇന്ന് തന്നെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. കൃത്യമായിട്ട് എക്സാം സെൻറ്റർ മാറിപ്പോകല്ലേ. ഓക്കെ. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ്. നിങ്ങൾ ജസ്റ്റ് എക്സാം കയറുന്നതിന് മുന്നേ ചോക്ലേറ്റ്, ഒരു 10 രൂപയുടെ ചോക്ലേറ്റ് ആണെന്ന് മേടിച്ച് വായിലിട്ട് അത് നുണഞ്ഞുകൊണ്ടിരിക്കുക. അത് പെട്ടെന്ന് കഴിച്ചിറക്കാതിരിക്കുക. ഓക്കെ. പിന്നെ എക്സാം ഹോളിൽ കയറുന്നതിന് മുന്നേ ജസ്റ്റ് മുമ്പ് ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കുക. ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം എഴുതി പകുതിയാകുമ്പോഴത്തേക്കിന് നമ്മുടെ എക്സാം ഹോളിൽ നിന്ന് വെളിവിടത്തില്ല. സോ അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. സോ അത് നമ്മുടെ എക്സാമിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും വിജയാശംസ.